നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നിതാ നല്ലൊരു ഐഡിയയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്നിതാ വളരെ എളുപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഇതാ 2 പീസ് തുണികളാണ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. കോട്ടൺ തുണിയാണ് കേട്ടോ. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 15 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 13 ഇഞ്ചിലുമാണ്. ഇനി അതിൽ നിന്ന് 1 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഈ തുണി നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കാം. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കാം. ഇപ്പം 4 ലെയറായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് കോർണർ ഭാഗത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു സൈഡിലും സെയിം രീതിയിൽ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതാ തുണിയുടെ ഉൾഭാഗത്തായിട്ടും 6 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ജോയിൻ്റ് ആക്കിയിട്ട് ഒരു ഷേപ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ. അപ്പോൾ ഇവിടെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് റൗണ്ട് ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു പീസ് തുണി നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് കട്ട് ചെയ്തെടുത്ത തുണി മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസ് തുണിയും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേറെ 2 പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 60 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 4 ഇഞ്ചിലുമാണ്. ഇനി ഒരു പീസിൻ്റെ മുകളിൽ ഒരെണ്ണത ഇതുപോലെ വെച്ച് കൊടുക്കുക. 2ൻ്റെ 2 അറ്റങ്ങളും ചേർത്ത് വയ്ക്കുക. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ 2 അരിക് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗത നിവർത്തി വെച്ചിട്ട് ആ ഒരു ഭാഗം നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ജോയിൻ്റ് ചെയ്തിട്ടുള്ള 2 ഭാഗങ്ങളും ഈ ഒരു രീതിക്ക് തന്നെ അയൺ ചെയ്തെടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഉള്ളിലേക്ക് എന്ന രീതിയിൽ ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം ഈ ഒരു തുണി. അതിനുശേഷം നമുക്ക് ആ ഒരു അരിക് ഭാഗം ഫുള്ളായിട്ട് തന്നെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു തുണി ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളത്. ഇനി നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗത്തുള്ള നൂല് താഴെ നിന്നായിട്ട് മെല്ലെ ഇതുപോലെ വലിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു തുണിയിൽ ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകളായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു നൂലിങ്ങനെ മെല്ലെ വലിച്ചു കൊടുത്താൽ മതി, അത് പൊട്ടിക്കാതെ. അപ്പോൾ ഇത് നമുക്കൊരു റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും ഫുള്ളായിട്ട് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ആ ഒരു തുണി ഫുള്ളായിട്ട് തന്നെ നമ്മൾ പ്ലീറ്റുകളായിട്ട് ഇതുപോലെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തതിന് 1 പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരിക് ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ പ്ലീറ്റ് ഇട്ട് റെഡിയാക്കിയിട്ടുള്ള ആ ഒരു തുണി ഉണ്ടല്ലോ, അതിൻ്റെ അരിക് ഭാഗത ഇങ്ങനെ വെച്ച് കൊടുക്കുക. പ്ലീറ്റ് ആയിട്ടുള്ള ഭാഗം ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത്. ഇനി അരിക് ഭാഗത്തൂടെ ആയിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. ഇനി നമുക്ക് ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു റൗണ്ട് പീസ് എടുത്തിട്ട് നല്ല ഭാഗങ്ങൾ ഉള്ളിലേക്ക് എന്ന രീതിയിൽ ചേർത്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് നമുക്ക് റൗണ്ടിലൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഭാഗം അത് തുറന്ന വശമായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരികിലൂടെ ബാക്കിയുള്ള തുണികൾ സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാതെ കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തൂടെ ഇതിൻ്റെ നല്ല വശം പുറത്തേക്ക് എന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ടതിന് ശേഷം 2 സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ഭാഗവും ബാക്കിയുള്ള അരിക് ഭാഗവും റൗണ്ടിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇന്നതാ പ്ലേസ് മാറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇതിഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്ന് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.